അതങ്ങനെ തന്നെയാണ് മനുഷ്യൻ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലേ? എൻ്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരണമേ എന്ന് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കാറ്? ദൈവത്തിനോടാണ്, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സ്വാധീകരിച്ചു തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എങ്കിൽ ആലോചിച്ച് നോക്കൂ, ആഗ്രഹിച്ച് ഒരുപാട് വർഷം ആഗ്രഹിച്ച, അല്ലെങ്കിൽ കിട്ടാൻ അത്രമേൽ നമ്മൾ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ പിന്നീട് നമുക്കത് വേണ്ടിയിരുന്നില്ല ജീവിതത്തിൽ എന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ? വർഷങ്ങളോളം പ്രണയിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന് 1 മാസം പോലും തികക്കാൻ കഴിയാതെ ഡൈവോഴ്സായി പോകുന്ന എത്ര കപ്പിൾസ് ഉണ്ട്? കുറ്റാർക്ക് ആ ദൈവത്തിന് മാത്രമാണ്, പ്രാർത്ഥനയുടേതല്ല കുറ്റം. അപ്പം നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ ലഭിക്കാവൂ അല്ലെങ്കിൽ കിട്ടാവൂ എന്നുള്ളത് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, മനുഷ്യനല്ലേ, നമുക്ക് എത്ര വലിയ ആഗ്രഹമാണ് എങ്കിലും നമുക്ക് ആ ഫസ്റ്റ് മൊമെൻറ്റിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് പതിയെ പതിയെ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. മക്ക കാണാൻ, അല്ലെങ്കിൽ അതേപോലെ റോമിൽ പോവാൻ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോവാൻ നമുക്ക് ഭയങ്കര ആഗ്രഹവും പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക്, അല്ലേ? സെക്കൻഡ് വട്ടം, 2ാമത്തെ പ്രാവശ്യം നമ്മൾ അവിടെ പോകുമ്പോൾ ഫസ്റ്റ് പോയ പ്രാവശ്യത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമുക്കൊന്നിനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ അതിൻ്റെ പവിത്രത കുറഞ്ഞു പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട